ഓക്കെ, നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നുണ്ട്. നിഖിൽ, ടി പി രാമകൃഷ്ണൻ വ്യക്തിപരമായി അറിഞ്ഞുകൊണ്ട് അത്തരമൊരു വർഗീയ പ്രചരണത്തിന് കൂട്ടുനിൽക്കും എന്ന് കരുതാൻ കഴിയില്ല. അങ്ങനൊരു വ്യക്തിത്വമല്ല ടി പി രാമകൃഷ്ണൻ എന്ന് പറയുമ്പോൾ പോലും ഒരു അനൗൺസ്മെന്റ് അവിടെ ഉണ്ടായി. അവിടെ വടകരയിലെ ഒരു കാഫർ സ്ക്രീൻഷോട്ടിന്റെ പശ്ചാത്തലം അവിടെ ഉണ്ട്. ഇതിലൊക്കെ ഉപരി അവസാന നിമിഷം വരുന്ന വിഷയങ്ങൾ പ്രചരണായുധമാണ് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി ഒരു ഇലക്ഷൻ ആയുധമായി തന്നെ ഏറ്റെടുക്കുകയാണോ UDF? ഹാഷ്മി, ഇതിൽ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കാഫിർ 2.0 ആണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഫാത്തിമ തഹ്ലിക്കെതിരെയുള്ള ഈ പ്രചാരണം. അതിന് യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ടി പി രാമകൃഷ്ണന്റെ അറിവോടുകൂടി ആയിരിക്കാം ഈ മുദ്രാവാക്യം അല്ലെങ്കിൽ ഈ അനൗൺസ്മെന്റ് എന്ന് നമുക്ക് ഒരിക്കലും കരുതുക വയ്യ. ഒരു കാരണവശാലും അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. അപ്പോൾ ആരാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് പിന്നിൽ എന്നുള്ളത് നമ്മൾ തീർച്ചയായും അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത് ഈ കാഫിർ കേസിലെ അന്വേഷണം പോലീസ് അവസാനിപ്പിച്ച ദിവസം കൂടിയാണ് എന്നുള്ളത് ഓർക്കണം. വലിയ വിവാദമായി, ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പിനെ തന്നെ വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കാൻ വരെ സാധ്യതയുണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നു. അതിൽ വളരെ കൃത്യമായി UDF അന്വേഷണം ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് അത് ഈ തരത്തിൽ അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മുസ്ലിം ലീഗിനുള്ളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വിഷയത്തിൽ ഫാത്തിമ തഹ്ലിക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ചെറിയ നേതാക്കളെന്നോ വലിയ നേതാക്കളെന്നോ വ്യത്യാസമില്ലാതെ നൽകുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് അധ്യക്ഷൻ എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഏറെ അപകടകരമായ ഒന്നാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്, അത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. UDF ഒരിക്കലും മതം പറഞ്ഞ് വോട്ട് ചോദിച്ചിട്ടില്ല, വോട്ട് വാങ്ങിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മതസൗഹാർദ്ദത്തെ തകർത്തുള്ള നേട്ടം ആരും ഇഷ്ടപ്പെടുന്നില്ല. 4 വോട്ട് കിട്ടാൻ ഇങ്ങനെ ചെയ്താൽ അത് സമൂഹത്തിന് നികത്താൻ കഴിയാത്ത വിള്ളലുണ്ടാക്കും എന്നുള്ള തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നൂർബിന റഷീദ് ഫാത്തിമ തഹ്ലിക്കെതിരെ ഉന്നയിച്ചുള്ള ആരോപണങ്ങൾക്കൊക്കെ പൂർണ്ണമായി തഹ്ലിയെ പിന്തുണച്ചുള്ള പ്രതികരണങ്ങളാണ് നൽകുന്നത്. എന്തായാലും ഇതൊരു കാഫിർ സ്ക്രീൻഷോട്ട് പോലെയുള്ള അതിൻ്റെ ഒരു 2ാം പതിപ്പായി ഇതിനെ വിലയിരുത്താൻ കഴിയും. നമുക്കറിയാം വടകരയിൽ വലിയ നാണക്കേട് അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു ഈ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു 2ാം പതിപ്പ് ഒരു മുതിർന്ന നേതാവ് മത്സരിക്കുന്ന സമയത്ത് തന്നെ പുറത്തിറക്കുമ്പോൾ അത് പാർട്ടിക്കുണ്ടാകുന്ന ദോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതൊന്നും ഗൗനിക്കാതെയുള്ള ചില പ്രവർത്തകരുടെ ഇടപെടലായിരിക്കാം ഇത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാഫിർ, കൗമ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ അപ്പോൾ അതങ്ങ് ഉള്ള വാക്കുകളാണെങ്കിൽ തന്നെയും അത് സാധാരണഗതിയിൽ സാധാരണ സംസ്ഥാന ഭാഷയിൽ മുസ്ലിം സമുദായത്തിൽ ആരും അങ്ങനെ ഉപയോഗിച്ച് നമ്മുടെ അറിവിലില്ല. അങ്ങനെ കേൾക്കുന്ന വാക്കല്ല അത് എവിടെയൊക്കെയോ ഉള്ള വാക്ക് എന്നതിനപ്പുറം നോർമൽ സംസ്ഥാന ഭാഷയിൽ ഉണ്ടാവുന്നില്ല. ഇത് മാത്രം ഇത് ഒരാൾ ജീപ്പിലിരുന്ന് അനൗൺസ്മെന്റ് നടത്തുന്നതല്ല. അത് കൃത്യമായി നേരത്തെ വർഷ പറഞ്ഞതുപോലെ കൃത്യമായി ഒരു സ്റ്റുഡിയോയിൽ ഒരു മൈക്കിന് മുന്നിൽ ഒരാളിരുന്ന് ഒരു പേപ്പറിൽ എഴുതി അതിൻ്റെ ശബ്ദമെടുത്ത് അത് അങ്ങനെയാണല്ലോ നമ്മൾ ഓഡിയോ എടുക്കുക. അപ്പോൾ അതിൻ്റെ പിന്നെ ഒരു പ്ലാനിംഗ് ഉണ്ട്, ഒരു ദുഷ്ടലക്ഷ്യത്തിൻ്റെ പ്ലാനിംഗ് ഉണ്ട്. അത് കണ്ടുപിടിക്കണം നിഖിൽ. ഹാഷ്മി, പേരാമ്പ്രയിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഒന്ന് വിശകലനം ചെയ്തു പോകാം. നമുക്കറിയാം ടി പി രാമകൃഷ്ണൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ പക്ഷേ ഇത്തവണ വളരെ ശക്തമായിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നത്. സംസ്ഥാനം ഒട്ടുക്കെ പ്രചാരണം നടത്തി കേവലം ഏതാനും ദിവസങ്ങൾ മാത്രമേ അദ്ദേഹത്തിന്റെ സാന്നിധ്യം സാധാരണഗതിയിൽ പേരാമ്പ്രയിൽ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. കാരണം അത്രമേൽ പാർട്ടിക്ക് സ്വാധീനമുള്ള ഒരു മണ്ണാണ്. അവിടെ പക്ഷേ ഇത്തവണ വലിയ സ്വാധീനം, വലിയ നേട്ടം, ഒരുപക്ഷെ അവിടെ വലിയ വിള്ളൽ ഉണ്ടാക്കാൻ ഫാത്തിമ തഹ്ലിക്ക് കഴിയുമെന്ന് ഇടത് കേന്ദ്രങ്ങൾ പോലും കരുതുന്നുണ്ട്. ഒരു പക്ഷെ അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകുമ്പോൾ ചില അല്പബുദ്ധികളായ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇടപെടലായിരിക്കാം ഇത്തരത്തിലുള്ള പ്രചാരണം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും അത് നിയമത്തിലൂടെ പുറത്തു കൊണ്ടുവരേണ്ടതാണ്. ആരാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയത്, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, മതം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിച്ചത് ആരാണ് എന്നുള്ളത് ഉറപ്പായും പുറത്തു കൊണ്ടുവരേണ്ടതാണ്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അതിന്റെ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. UDF അല്ലാതെ തന്നെ നിയമപരമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ഇതിന്റെ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന വേളയിലും അവർ ഉന്നയിക്കുന്നത്. ഇതൊരു വിഷയമായി മാറും, ഇത് പേരാമ്പ്രയിൽ ഒരു വിഷയമായി മാറുമെന്ന് എന്തായാലും UDF കരുതുന്നില്ല. തങ്ങൾക്ക് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രചാരണമായി മാറുമെന്ന് ഒരു ഘട്ടത്തിലും അവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ എന്താണ് ഇതിന്റെ ഉറവിടം എന്നുള്ളത് പുറത്തു വരണമെന്ന് സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ UDF-ഉം ഒന്നടങ്കം ആഗ്രഹിക്കുന്നുണ്ട്. ഹാഷ്മി, വർഷ ഗിരീഷ് തുടരുന്നുണ്ട്. വർഷ, ഈ കാഫർ സ്ക്രീൻഷോട്ട് കാര്യം നേരത്തെ നിഖിൽ പറഞ്ഞു, അത് വടകര തെരഞ്ഞെടുപ്പിന്റെ തലേന്നായിരുന്നു. അത് വടകരയിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും വലിയ ചർച്ചയായി. കാര്യം അത്രത്തോളം നാടിനെ കുട്ടിച്ചോറാക്കാൻ പരുവത്തിലുള്ള വർഗീയ കലാപങ്ങൾക്ക് പോലും വഴിവെച്ചേക്കാവുന്ന തരത്തിലുള്ള അങ്ങേയറ്റം കമ്മ്യൂണലി ചാർജ്ഡ് ആയ ഒരു സ്ക്രീൻഷോട്ടായിരുന്നു. അതാദ്യം ഒരു മുഹമ്മദ് കാസിം എന്ന് പറയുന്ന യൂത്ത് ലീഗ് പ്രവർത്തനത്തിൽ ആരോപിക്കപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അത് DYFI മേഖലാ നേതാവ് റുബേഷ് രാമകൃഷ്ണന്റെ അടുത്തുവരെ എത്തി. അത് കഴിഞ്ഞ് അന്വേഷണം മുന്നോട്ടേക്ക് പോയില്ല. ഇന്നിപ്പോൾ ആ അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് പോലീസ് റിപ്പോർട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും കഴിവുകെട്ടവരാണോ കേരള പോലീസ് എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദ പശ്ചാത്തലത്തിൽ അതും കൂടി പ്രചരണത്തിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ് വർഷ.
അതെ ഹാഷ്മി, തീർച്ചയായും മുൻപ് നിഖിൽ സൂചിപ്പിച്ച പോലെ LDFന്റെ ഉറച്ച സീറ്റാണ് പേരാമ്പ്ര എന്ന് പറയുന്നത്. കഴിഞ്ഞ 1980 മുതൽ ഇവിടെ അതിനൊരു മാറ്റവും വന്നിട്ടില്ല. ആകെ 2 തവണയാണ് ഇവിടെ UDF MLA-മാരുണ്ടായത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇത്തവണയും സീറ്റ് കിട്ടുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ തന്നെയായിരുന്നു LDF ഉണ്ടായിരുന്നത്. അവിടേക്കാണ് ഈ ഒരു അനൗൺസ്മെന്റ് വിവാദം വന്നെത്തിയിരിക്കുന്നത്. ഇത് എങ്ങനെ എത്രമാത്രം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ളതാണ് ഈ LDFന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയം പേരാമ്പ്രയിൽ ആകെ ആളിക്കത്തി കഴിഞ്ഞു. പേരാമ്പ്രയിൽ മാത്രമല്ല സംസ്ഥാനം ഒട്ടാകെ ഇത് ബാധിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം LDFന്റെ പ്രധാനപ്പെട്ട നേതാവാണ്, LDFന്റെ കൺവീനറായ TP രാമകൃഷ്ണൻ മത്സരിക്കുന്ന മണ്ഡലത്തിലാണ് ഇത്തരം ഒരു ആരോപണം LDFനെതിരെ വന്നിട്ടുള്ളത്. മുമ്പ് ആഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു പ്രസംഗം അല്ലെങ്കിൽ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് ഇത് പെട്ടെന്നുണ്ടായതല്ല. കൃത്യമായി ഒരാൾ എഴുതി തയ്യാറാക്കിയതാണ്, അത് ഓഡിയോ എടുത്തതാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഈ ഒരു തെറ്റ് കണ്ടില്ല എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. ഇതിനെന്തായാലും ഒരു ഉത്തരം LDF പറയേണ്ടിയിരിക്കും. ഇപ്പോൾ വിശദീകരണ നോട്ടീസ് തേടിയ സാഹചര്യത്തിൽ എന്തായാലും അതുമായി ബന്ധമില്ല എന്നുള്ളതാണ് അവിടുത്തെ LDF കൺവീനർ കൂടിയായ അവിടുത്തെ സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ പറയുന്നത്. TP രാമകൃഷ്ണൻ എന്തായാലും വ്യക്തിപരമായി അങ്ങനെ ചെയ്യുന്ന ആളല്ല. പക്ഷേ അവിടെ ഒരു ഗൂഢനീക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഗൂഢനീക്കത്തിന് പിന്നിൽ ആരാണ് എന്ന കാര്യമൊക്കെ അറിയണം. പക്ഷേ ഈ നോട്ടീസിൽ ഒരു പക്ഷേ അതിനുള്ള അന്വേഷണം LDF നടത്തിയേക്കാം, മറുപടി തന്നേക്കാം. എന്തായാലും അത് LDFന്റെ വാഹനമായിരുന്നുവെന്നും അതിൻ്റെ പിന്നിൽ LDF പ്രവർത്തകരായിരുന്നു എന്ന കാര്യത്തിലും തർക്കമില്ല. അത് ഏത് കോണിൽ നിന്നുണ്ടായ നീക്കമാണ്, പ്ലാനിംഗ് ആണ് എന്ന കാര്യമേ അറിയേണ്ടതുള്ളൂ. പക്ഷേ അത് ആരുടെ പ്ലാനിംഗ് ആണെങ്കിൽ കൂടിയും അത്തരത്തിലുള്ള നീക്കങ്ങൾ നമ്മൾ നേരത്തെയൊക്കെ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് കഴിയും കേരളം ഇവിടെ നിൽക്കണം. ഇവിടുത്തെ സോഷ്യൽ ഫാബ്രിക് മതേതര മനസ്സുകൾ കുത്തിക്കീറപ്പെടാതെ അങ്ങനെ നിലനിൽക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഈ അങ്ങേയറ്റത്തെ കടന്ന പണിയിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികളും കടന്നു പോകാതിരിക്കലാണ് ഭാവി കേരളത്തിനും നല്ലത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.